സർ, ഗുജറാത്തിൽ നടക്കുന്ന AICC സമ്മേളനത്തിൽ നമ്മുടെ തിരുവനന്തപുരം MP ശശി തരൂർ എല്ലാവരെയും ഞെട്ടിച്ചു. അദ്ദേഹം വള്ളത്തോളിൻ്റെ കവിതയൊക്കെയാണ് അവിടെ ചൊല്ലിയത്. ഇത് കയ്യടി കിട്ടാനുള്ള ഒരു തന്ത്രമാണോ അതോ ആത്മാർത്ഥമായിട്ടാണോ? കാരണം അദ്ദേഹം എങ്ങനെ കോൺഗ്രസിൽ നിന്ന് പുറത്തു ചാടാം എന്ന് ആലോചിച്ചിരിക്കുന്നതായിട്ടാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അങ്ങേക്ക് എന്ത് തോന്നുന്നു? 2009 ഇവിടെ മത്സരിക്കാൻ വന്നപ്പോൾ പലരും പറഞ്ഞു, കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, അദ്ദേഹത്തിന് മലയാളം അറിയത്തില്ല. 2013 മലയാളം ക്ലാസിക് ഭാഷാ പദവി കിട്ടി. അന്ന് ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി. അന്ന് അതിനു വേണ്ട കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയത് ഈ തരൂരാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും തരൂർ അങ്ങനെ മാറി മാറി വന്നു. ഇപ്പോൾ എന്തായാലും വള്ളത്തോളിൻ്റെ കവിതയല്ലേ അവിടെ ചൊല്ലിയത്. ഭാരതമെന്ന് കേട്ടാലോ, ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം എന്നന്തരംഗം, കേരളമെന്ന പേർ കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. അടുത്ത ലൈൻ കേരളമെന്ന പേർ കേട്ടാൽ അത് ചൊല്ലിയൊന്ന് സംശയമുള്ളൂ. ഭാരതമെന്ന പേർ കേട്ടാലേ പറഞ്ഞുള്ളൂ. കാരണം കേരളമെന്ന പേർ കേൾക്കുമ്പോൾ തരൂരിന് തിളയ്ക്കത്തൊന്നുമില്ല ചോര ഞരമ്പുകളിൽ. കാരണം 2009 മുതൽ തിരുവനന്തപുരത്ത് മത്സരിച്ച് ജയിച്ചു പോവുകയാണ്. എന്ത് ചെയ്തു തിരുവനന്തപുരത്തിന് വേണ്ടി? ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ആ രണ്ടാമത്തെ വരി ചൊല്ലാനുള്ള യോഗ്യത ഇല്ല എന്നുള്ളതാണ്. അല്ല സാർ, അന്ന് മത്സരിക്കുന്ന അവസരത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിനെതിരെ വലിയൊരു ആക്ഷേപം ഉയർന്നു. അദ്ദേഹത്തിന് മലയാളം അറിയില്ല. നമ്മുടെ യശശരീരനായ സുകുമാർ അഴീക്കോട് മാഷ് അന്ന് പരസ്യമായിട്ട് അദ്ദേഹത്തെ ഈ ആക്ഷേപിക്കുകയും ചെയ്തു. അയാൾക്ക് മലയാളം അറിയുമോ എന്നാണ് ചോദിച്ചത്. അന്ന് പക്ഷേ തരൂർ ഒരു ക്ലാസിക് മറുപടി അതിന് കൊടുത്തു. എനിക്ക് മലയാളം അറിയാം, കേട്ടാൽ മനസ്സിലാവും, അത്യാവശ്യം തിരിച്ച് പറയാനും അറിയാം. പക്ഷെ ഡൽഹിയിൽ പോയി മലയാളം പറഞ്ഞതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അവിടെ പാർലമെൻറ്റിലും മന്ത്രാലയങ്ങളിലും ഒക്കെ ഇംഗ്ലീഷോ ഹിന്ദിയോ അല്ലേ സംസാരിക്കേണ്ടത്. അവിടെ നമുക്ക് മലയാളം അറിയുമോ ഇല്ലയോ എന്നുള്ളതൊരു ക്രൈറ്റീരിയയെ അല്ല എന്ന് തരൂർ അന്ന് മറുപടി പറഞ്ഞായിരുന്നു. പാർലമെൻറ്റ് മലയാളം പറയാം. പാർലമെൻറ്റിൽ ഈ അറിവുള്ളവരൊക്കെ ഉണ്ടല്ലോ, അത് ഇംഗ്ലീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നടക്കത്തൊന്നുമില്ല. നമ്മുടെ റഹീം ഈ പാർലമെൻറ്റിൽ ഇംഗ്ലീഷിലെ പ്രസംഗിക്കൂ. നമ്മുടെ മലയാളത്തിലെ വേറൊരു കവി ഇംഗ്ലീഷിൽ പ്രഗത്ഭനായ ഡോക്ടർ K. അയ്യപ്പ പണിക്കർ. അയ്യപ്പ പണിക്കർ സാറിനോട് ഒരിക്കൽ ഏതോ ഒരു ചടങ്ങിൽ വെച്ച് ഞാൻ പറയുണ്ടായി, സാറേ അങ്ങ് ഇംഗ്ലീഷിൽ ഇവിടെ സദസ്സ് കൂടുതലും ഒരു വലിയ ക്ലാസ്സാണ്, ഇംഗ്ലീഷിൽ പ്രസംഗിച്ചാൽ അതായിരിക്കും നല്ലത്. ഓ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മറക്കത്തില്ലല്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. എന്ന് പറഞ്ഞതുപോലെ ഈ റഹീമൊക്കെ സംസാരിക്കുന്ന ഇംഗ്ലീഷ് കേട്ടല്ലോ, കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ മലയാളികളെ ആകെ നാണം കെടുത്തിക്കൊണ്ട് അതിങ്ങനെ പ്രചരിക്കുകയാണ്. ഇന്ത്യ ഈസ് എ ലാർജസ്റ്റ് കൺട്രി, നോട്ട് ഓൺലി ബട്ട് ഓൾസോ നോട്ട് ഓൺലി എന്നൊക്കെ പറഞ്ഞ് മറിച്ചു അടിക്കുകയാണ്. അതാണ്. അപ്പോൾ എന്തായാലും ഈ തരൂരി വള്ളത്തോളിനെയൊക്കെ കോട്ട് ചെയ്തിരിക്കുന്നത് കോൺഗ്രസിനെ വീണ്ടും ഒന്നുകൂടെ ഒരു കുത്തുകുത്തിയിരിക്കുകയാണ്. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം എന്ന അന്തരംഗം എന്ന് അത് ആ പ്രിയങ്ക ഗാന്ധിയുടെ ചെവിക്കകത്ത് പാടി കേൾപ്പിക്കും. അതിൻ്റെ ഇംഗ്ലീഷോ ഹിന്ദിയോ ഒക്കെ തർജ്ജമയോടുകൂടി പിന്നെ ആ പപ്പുമോൻ്റെ ചെവിക്കകത്തും കൂടെ പാടിക്കൊടുക്കുക. ഇത് പ്രിയങ്ക ഗാന്ധി ഇവിടെ ഇല്ല. ഈ AICC സമ്മേളനം നടക്കുമ്പോൾ എവിടെ പോയിരിക്കുകയാണ്? കേരളത്തിലെ വയനാട്ടെ MP ആണ്. ഈ നമ്മുടെ ഈ KC വേണുഗോപാൽ പറയുകയാണ്, നേരത്തെ അവധിയിൽ പോകുമെന്ന് ലീവ് ലെറ്റർ തന്നിരുന്നു. ഇതിനകത്ത് എന്തോ ക്ലർക്കൽ പണിയാണോ പ്രിയങ്ക ഗാന്ധിയുടെ ജോലി, ലീവ് തന്നിട്ട് പോകാനായിട്ടുള്ളത്? AICC ജനറൽ സെക്രട്ടറി പോസ്റ്റിൽ എന്തോ അല്ലേ പ്രിയങ്ക ഇരിക്കുന്നത്? എന്തായാലും ഇവരുടെ കുടുംബത്തിനകത്തല്ലേ ഈ കോൺഗ്രസ് പാർട്ടി ഇരിക്കുന്നത്. ആ കാർഗെ എന്നൊക്കെ പറയുന്ന എന്തിനു കൊള്ളാവുന്ന സാധനങ്ങളാണ്. കാർഗെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സോണിയാഗാന്ധിയുടെ വീട്ടിലെ കുശിനിക്കാരനാണ്. അല്ലാതെ എന്താണ്? തരൂരിനെ അവർ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ, അങ്ങനെ വന്നിരുന്നു എന്ന് വിചാരിക്കും, എന്തായിരിക്കും സംഭവിക്കും? മിക്കവാറും സോണിയെ ഇറ്റലി പിടിച്ചേനെ, വിമാനം പിടിച്ചേനെ ഇറ്റലിക്ക്. 2019 പപ്പുമോൻ ഇട്ടിട്ട് പോയത് അറിയാമോ? 19 ജയിച്ച് വരും, പ്രധാനമന്ത്രിയാകുമെന്നൊക്കെ മോഹിച്ചു നിന്നു.
തോറ്റു തുന്നമ്പാടി. അപ്പോഴേ എനിക്ക് വയ്യാന്നും പറഞ്ഞ് ഈ കമ്പ് ഒടിച്ചിട്ടിട്ട് ആശാ സ്ഥലം വിട്ടത് ഓർക്കുന്നില്ലേ? പറഞ്ഞതുപോലെ ഇവിടെ നോക്കണേ, ഇവരുടെയൊക്കെ ചെവിക്കകത്ത് വേണം ഇത് പാടി കേൾപ്പിച്ചു കൊടുക്കുക. തരൂർ ഈ സ്ഥാനത്ത് വന്നിരുന്നുവെങ്കിൽ ചിത്രം മാറിയേനെ. ഇന്ന് ഇവർക്ക് പാർലമെന്റിൽ എത്ര സീറ്റുണ്ട്? അതിനേക്കാൾ ഒരു 10 സീറ്റ് കൂടെങ്കിലും കൂടുതൽ കിട്ടിയേനെ. ഇവർക്ക് ഏതായാലും തരൂരിനെ പോലുള്ളവരെ ഒന്നും അവിടെ കൊണ്ടുവന്ന് നിർത്തത്തില്ല. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിർത്തുമോ? ഇവർക്ക് കാർഗെ അല്ലെ അശോക് ഗെലോട്ടിനെയാണല്ലോ ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷെ ഗെലോട്ട് രാജ്യസഭ മുഖ്യമന്ത്രി സ്ഥാനവും വിടത്തില്ല, ഇതും വേണം താനും. അപ്പോൾ അവിടെ പോകോടാൻ പറഞ്ഞു. ഇപ്പൊ അവിടെയും ഇല്ല, രാജ്യസഭ പോയില്ലേ? അപ്പോൾ എന്തായാലും ഈ തരൂര് കിട്ടുന്ന അവസരം ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളുകളായിട്ട് തരൂർ ഇങ്ങനെ കോൺഗ്രസിനെ കൊട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം അദ്ദേഹം പറഞ്ഞത് കാര്യം ഇതാണ്, നിങ്ങൾ ജനത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ല എന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി വള്ളത്തോളിൻ്റെ ഈ കവിതാശകലം കൂടി അങ്ങോട്ട് ചൊല്ലിക്കൊള്ളു. അതിനകത്ത് പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്. സോണിയയ്ക്കും കുടുംബത്തിനും ഈ ഭാരതം എന്ന പേര് കേട്ടാൽ ഒരു അഭിമാനവും തോന്നുന്നില്ല. അത് തോന്നണം എന്നൊരു ഉപദേശമല്ലേ തരൂര് കൊടുത്തു. അവർക്ക് ഇനിയിപ്പോൾ എങ്ങനെയാ തോന്നുന്നത്? അവർക്ക് ഇതൊക്കെ എന്താണ്? അവർക്കൊരു രണ്ടാനമ്മയല്ലേ. നമുക്ക് തോന്നുന്ന തരത്തിൽ അവർക്ക് തോന്നണോ? അവർക്ക് ഈ രാജ്യം മുഴുവൻ അവർ എന്നിട്ട് പറയുന്നത് എന്താണ്? മോദി രാജ്യം വിൽക്കുന്നു എന്നല്ലേ പറഞ്ഞു നടക്കുന്നത്. അവരുടെ കാലത്ത് വിറ്റും തൊലച്ചതും മുടിച്ചതും അഴിമതി നടത്തിയതും എത്ര കൊല്ലമായിട്ട് നമ്മൾ പുറകോട്ടടിക്കുകയല്ലേ. ഇപ്പം ലോകത്ത് സമ്പദ് വ്യവസ്ഥയിൽ 5ാമത് നിൽക്കുന്നു. ലോകത്ത് എവിടെ ഏത് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിലും ഇന്ത്യ എന്ത് പറയുന്നു എന്നാണ് ഇപ്പോൾ കാതോർത്തിരിക്കുന്നത്. നരേന്ദ്രമോദി എന്താണ് പറയുന്നത്, മോദിയുടെ വാക്കുകൾക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നുള്ളത് കണ്ടറിയുകയാണ്. ഗൾഫ് രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധം തന്നെ എന്തുമാത്രം മാറി. ഇസ്ലാമിക രാഷ്ട്രങ്ങളായിട്ടുള്ള ബന്ധം അത് തന്നെ നമ്മൾ നോക്കണം. റഷ്യ ഉക്രൈൻ പ്രശ്നത്തിലുള്ള ഇടപെടൽ, ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ട്രംപും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച, അങ്ങനെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം, അങ്ങനെ ലോകത്തെ എവിടെയും എന്തുമായിട്ടും ഇവർക്കറിയാം. ഈ AICC സമ്മേളനം എല്ലാ പത്രങ്ങളും ഒന്നും വലിയ പ്രാധാന്യം, ഞാനത് ആലോചിക്കുകയാണ്. ഈ നാഷണൽ മീഡിയ ഒരു ഇതിന് നൽകിയിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇപ്പോൾ CPMൻ്റെ പാർട്ടി കോൺഗ്രസ് നടന്നു. പണ്ടൊക്കെ പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 24 മണിക്കൂറും വാർത്തയാണ് ചാനലുകളിൽ. ഇപ്പോൾ ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങോട്ട്. അതുതന്നെയാണ് ഈ AICC സമ്മേളനത്തിന് സംഭവിച്ചിരിക്കുന്നത്. ഈ പൂട്ട് വീണ് കഴിഞ്ഞു ഒരു കമ്പനിക്ക്, പിന്നെ അവിടെ അതിനെക്കുറിച്ച് എന്തോ പറയാനാ? പൂട്ടിട്ടിരിക്കുക. പിന്നെ അതിനെക്കുറിച്ച് എന്ത് വാർത്ത കൊടുക്കാനാണ്? ഇനി അത് തുറക്കത്തില്ല എന്നുള്ള മട്ടിലല്ലേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പോക്കെന്ന് പറയുന്നത്. അത് തീർന്നു. അതുപോലെ തന്നെയാണ് CPMൻ്റെ കാര്യത്തിൽ 1.47% വോട്ടാണ് ദേശീയ തലത്തിൽ നേടിയിരിക്കുന്നത്. ആ വോട്ട് നേടിയ പാർട്ടിക്ക് ഇനി ഒരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്തിന്? ബേബി ആയിരിക്കും ചിലപ്പോൾ അവസാനത്തെ ജനറൽ സെക്രട്ടറി. ഇവിടെ പിണറായി വിജയനായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഈ തരൂര് അടങ്ങത്തില്ല കേട്ടോ. തരൂർ ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ വളരെ ഈ കാവ്യാത്മകമായിട്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ഐസക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പൊടി കവിതകളൊക്കെ അദ്ദേഹവും കവിത ചൊല്ലി. പക്ഷെ കവിത ചൊല്ലിയെങ്കിലും നിങ്ങൾക്ക് അഭിമാനപൂരിതമാകണം അല്ലേ? ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം. നിങ്ങൾക്കതുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആർക്കറിയാം എന്നാണ് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.